യു എയിലെ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ മേജർ പ്ലേയേഴ്സാണ് നമ്മുടെ മലയാളികൾ. ഇപ്പോൾ മലയാളികൾ നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ഇതിൻ്റെ അപ്രൂവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിവിൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട അപ്രൂവലിന് ഒരുപാട് ലാഗിങ് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതിൽ മേജറായിട്ട് വരുന്നത് റെസ്റ്റോറൻറ്റിൽ ഒന്ന് ഗ്യാസിൻ്റെ അപ്രൂവലും മറ്റൊന്ന് വെറ്റ് കെമിക്കൽ സിസ്റ്റം, നമ്മൾ മലയാളികൾ സാധാരണ പറയുന്നത് കിച്ചൺ ഹുഡ് സിസ്റ്റം. ഈ രണ്ട് സംഗതിയാണ് സിവിൽ ഡിഫൻസിൻ്റെ ക്ലിയറൻസ് വേണ്ടത്. അപ്പോൾ നമുക്കിന്ന് വെറ്റ് കെമിക്കലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞങ്ങൾ മാഫ് ഫയർ മിഡിൽ ഈസ്റ്റ് വൺ ഓഫ് ദ ഈ വെറ്റ് കെമിക്കൽ സിസ്റ്റം സപ്ലയറാണ്. യു എയിലെ അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിഫൻഡർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ സപ്ലയറാണ്. ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത മറ്റ് പ്രൊഡക്റ്റുമായിട്ട് ഒത്തിരി പ്രത്യേകതയുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടായാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സിസ്റ്റം ആക്റ്റീവ് ആവും. സിസ്റ്റം ആക്റ്റീവ് ആവുന്ന സെയിം ടൈം തന്നെ ഗ്യാസിൻ്റെ വാൾവ് ഷട്ട് ഓഫ് ആവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗ്യാസിൻ്റെ ഫ്ലോ ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തീ കൺട്രോൾ വരുത്താൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ കിച്ചൺ സപ്രഷൻ സിസ്റ്റം അല്ലെങ്കിൽ വെറ്റ് കെമിക്കൽ സിസ്റ്റം എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സ്റ്റാഫിനെയും നമ്മളെയും നമ്മുടെ ആ പ്രോപ്പർട്ടീനെയൊക്കെ സേഫ് ഗാർഡ് ചെയ്യാമെന്ന്. ഇൻ വേസ്റ്റ് കേസിൽ അഥവാ ഫയർ ഉണ്ടാകുകയാണെങ്കിൽ ആസ് പെർ ദ സിവിൽ ഡിഫൻസ് നോംസ് അനുസരിച്ചിട്ട് നമ്മൾ സിസ്റ്റം ലൈവ് ആണെങ്കിൽ മാത്രമാണ് ക്ലിയറൻസ് കിട്ടുള്ളൂ. അത് ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഇൻ കേസ് നമ്മുടെ സിസ്റ്റം ലൈവല്ല, ഇൻഷുറൻസ് കിട്ടാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം.